എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസുതിക്ക് വക്കീൽ നോട്ടീസും കാര്യങ്ങളും വന്ന വിഷയങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞല്ലോ എന്ന് വിശ്വസിക്കുന്നു അല്ലേ? അപ്പം ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പ്രതികരിച്ച് കിച്ചു ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കിച്ചു പണ്ടേ പറഞ്ഞതാണ് ഇതിലേക്ക് തന്നെ വലിച്ചിടരുതെന്നും പണ്ടേ പറഞ്ഞിട്ടുണ്ട് ആൾ. ഇപ്പോൾ വക്കീൽ നോട്ടീസ് വന്നു. കൊല്ലം സുധിയുടെ മകനാണ് ഇപ്പോൾ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, പ്രത്യേകിച്ച് നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകാൻ അനുവദിച്ച ഭൂമിയുടെ ആധാരം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബിഷപ്പ് നോബൽ ഫിലിപ്പ് കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് കൊല്ലം സുധിയുടെ മകനായിട്ടുള്ള രാഹുൽ ദാസ്. തനിക്ക് വക്കീൽ നോട്ടീസ് ലഭിച്ചുവെന്നും കോട്ടയത്ത് പോയി അത് കൈപ്പറ്റണമെന്നും രാഹുൽ ദാസ് യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. അമ്മ രേണു സുധിയുടെയും തൻ്റെയും പേരിലാണ് കേസ് വന്നിരിക്കുന്നതെന്നും ഒരു കാര്യത്തിലും ഇടപെടാതിരുന്നിട്ടും ഇത് സംഭവിച്ചുവെന്നും രാഹുൽ ദാസ് പറയുന്നു. വക്കീൽ നോട്ടീസിനെ കുറിച്ച് അറിഞ്ഞു. എൻ്റെയും അമ്മയുടെയും പേരിലാണ് വന്നിരിക്കുന്നത്. കോട്ടയത്തേക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് കൊല്ലത്താണ്. വീടുള്ളത് കോട്ടയത്താണ്. വല്ലപ്പോഴും മാത്രമേ അവിടെ താമസിക്കാറുള്ളൂ. അനിയനെ കാണാൻ പോകുമ്പോൾ മാത്രം. ഒന്നിനും ഇടപെടാതിരിക്കുകയായിരുന്നു ഞാൻ. എൻ്റെ പേരിലാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. വീട് നിർമ്മിച്ചു തന്നവരോടും ഭൂമി തന്നവരോടും നന്ദി മാത്രമാണുള്ളത്. കേസ് എന്തിനാണെന്ന് അറിയില്ല. വീട് എൻ്റെ പേരിലായതുകൊണ്ടാണ് നോട്ടീസ് വന്നതെന്നാണ് തോന്നുന്നത്. കൊല്ലത്ത് വെറുതെ ഇരുന്ന എൻ്റെ പേരിൽ ഇപ്പോൾ കേസായി. ബിഷപ്പിനെ പിന്തുണച്ചു മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. വീടിൻ്റെ കാര്യം നോക്കേണ്ടത് അവിടെ താമസിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. വീടുണ്ടാക്കി തന്നവരെയോ ഭൂമി തന്നവരെയോ ഞാൻ മോശമായി പറഞ്ഞിട്ടില്ല. പണ്ടേ ഞാൻ പറഞ്ഞിരുന്നു എന്നെ ഇതിലൊന്നും വലിച്ചിടരുതെന്ന്. ഞാൻ ഇക്കാര്യത്തിൽ ഒന്നും ഇല്ലെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്. വളരെ നന്ദിയും സന്തോഷവുമുണ്ട്. ഒരു കാര്യത്തിലും ഇടപെടാതിരുന്നിട്ടും എൻ്റെ പേരിൽ കേസായല്ലോ എന്നാണ് രാഹുൽ ദാസ് രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുന്നത്. വക്കീൽ നോട്ടീസ് വന്നതിനെക്കുറിച്ച് മകൻ കിച്ചു വിളിച്ചു പറഞ്ഞുവെന്ന് രേണുസുതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2 മക്കളുടെയും പേരിലാണ് വീട് എന്നിരിക്കെ എന്തിനാണ് തൻ്റെ പേരിൽ വക്കീൽ നോട്ടീസ് അയച്ചതെന്നും അറിയില്ലെന്നും അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും കിച്ചുവിൻ്റെ നിലപാട് കിച്ചു തീർത്തും പറഞ്ഞു. ഒന്നിലും ഇടപെടാതിരുന്നിട്ടും കിച്ചുവിൻ്റെ പേര് വീട് കിച്ചുവിൻ്റെ പേരിലായതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു നോട്ടീസ് വന്നിരിക്കുന്നത് നമുക്ക് വിചാരിക്കാം. ഏതായാലും സ്വന്തമായിട്ട് നിലപാടുള്ള ഒരാൾ തന്നെയാണ് കിച്ചു എന്ന് പറയാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം.